ഗേദേ ഗിരിമകൃപാദോഹം ധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ജയപതാക സ്വാമിനിധി നാമിനെ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ. സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാധവാചാര്യരുടെ ജീവചരിത്രമാണ്. മാധവാചാര്യർ എന്ന് പറയുമ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വൈഷ്ണവ ധർമ്മത്തിന്റെ നിറകുടം തുറന്ന ഭക്തനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ മാർഗദർശകൻ അല്ലെങ്കിൽ വായു ഭഗവാന്റെ അവതാരം. ഭഗവത് നിർദ്ദേശത്താൽ ശാസ്ത്രങ്ങളെ വേണ്ടവണ്ണം വ്യാഖ്യാനിച്ച് ജനങ്ങളെല്ലാം മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ച ആചാര്യൻ. ഇങ്ങനെ പല പല ബഹുമതികൾ അദ്ദേഹത്തിനുണ്ട്. ഈ ലോകം ശരിക്കും മായ ആണെന്നാണ് അദ്വൈത ഫിലോസഫക്കാരൊക്കെ പറയുന്നത്, ശങ്കരാചാര്യരൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ലോകം മായയല്ലെന്നും യഥാർത്ഥമാണെന്നും യുക്തിസഹമായി ലോകരെ ബോധ്യപ്പെടുത്തി കൊടുത്ത ധന്യാത്മാവ് കൂടിയാണ് ദ്വൈത സിദ്ധാന്തം ത്തിന്റെ പ്രചാരകൻ കൂടിയായ മാധവാചാര്യർ. അപ്പോ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹം. 1285-കളിലാണ് അദ്ദേഹം ആ ക്ഷേത്രം പണിയുന്നത്. കൂടാതെ ഭാരതത്തിൽ അഷ്ടമഠങ്ങൾ, 8 പ്രശസ്തമായ മഠങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ജാതി ചിന്തയെ അദ്ദേഹം വളരെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരാൾ കൂടിയാണ്. രാമാനുജാചാര്യരെ പോലെ തന്നെ എല്ലാവരും ഭഗവാന്റെ അംശമാണെന്നും സമഭാവത്തോടെ എല്ലാവരെയും കാണണമെന്നും ഉച്ചനീചത്വ ചിന്തകൾ പാടില്ലെന്നും പഠിപ്പിച്ച ഗുരുവരൻ കൂടിയാണ് മാധവാചാര്യര്. തുളു ബ്രാഹ്മണരുടെ ആത്മീയ ആചാര്യൻ കൂടിയാണ്. കർണാടകയില് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറി പാറകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ പജക്കൈ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം ഉണ്ട്. അവിടെയാണ് മാധവാചാര്യർ ജനിച്ചത്. ഇന്ന് അത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്നത് ഗ്രാമം എന്നുള്ള ഇതൊക്കെ കടന്നു പോയി കഴിഞ്ഞു. വലിയ പട്ടണം പോലെ ആയിട്ടുണ്ട്. AD 1238 ഒരു വിജയദശമി നമ്മുടെ പൂജ വയ്ക്കും, സരസ്വതി പൂജയുടെ ദിവസമാണ്. ശ്രീ നാദില്ലായ നാരായണ ഭട്ടിന്റെയും വേദവതിയുടെയും മകനായിട്ട് അദ്ദേഹം ജനിക്കുന്നത്. വാസുദേവൻ എന്ന പേരാണ് അച്ഛനും അമ്മയും അദ്ദേഹത്തിന് പേരിട്ടത്. അസാധാരണമായ ബുദ്ധിവൈഭവവും ഉള്ള വാസുദേവൻ 10 വയസ്സിനുള്ളിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും മുഴുവൻ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. 12 വയസ്സിനുള്ളിൽ സന്യാസം സ്വീകരിക്കണമെന്ന ആഗ്രഹമുണ്ടായ വാസുദേവൻ 1249 അച്യുത പ്രേക്ഷക തീർത്ഥ എന്ന ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിക്കുകയാണ്. ശങ്കരാചാര്യർ 8-ാം നൂറ്റാണ്ടിലാണ് രാമാനുജാചാര്യർ ഈ പറയുന്ന 10-12 നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം വന്നത്. അപ്പോ ആ കാലത്ത് മായാവാദികളായ പല പണ്ഡിതരെയും, ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള മായാവാദികളെ, അദ്വൈത ചിന്തയുമായി നടന്ന അന്നത്തെ ആത്മീയവാദികളെ തർക്കങ്ങളിൽ അദ്ദേഹം തോൽപ്പിച്ച് അവരെ ഭഗവത് ഭക്തിയിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും അച്ഛനും അമ്മയ്ക്കും 2 മക്കൾ മാധവാചാര്യർ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അകാല മരണം, കൊച്ചിലെ തന്നെ മരിച്ചു. അങ്ങനെ വീണ്ടും ഭഗവാനിൽ നിരന്തര പ്രാർത്ഥന നടത്തിയതിന്റെ ഫലമായിട്ട് ആണ് വാർദ്ധക്യ സമയത്താണ് മാധവാചാര്യർ അവർക്ക് പുത്രനായി ജനിക്കുന്നത്. അങ്ങനെ വാസുദേവൻ അമ്മയോട് തനിക്ക് സന്യാസം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന ആ കാര്യം തുറന്ന് പറയുന്നുണ്ട്.
പക്ഷെ അമ്മ നിറകണ്ണുകളുമായിട്ട് ഒന്നും പറയാതിരുന്നു. കാരണം തങ്ങൾക്ക് ഏക ആശ്രയമാണ് വാസുദേവൻ. ആ, അദ്ദേഹം സന്യാസം സ്വീകരിച്ചാൽ അന്ത്യസമയത്ത് തങ്ങളെ നോക്കാൻ ആരുണ്ടാകും എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതേസമയം അദ്ദേഹം ഭഗവത് ഭക്തനായി ലോകരെ ഭഗവാനിലേക്ക് നയിച്ചാൽ, അല്ലെങ്കിൽ അവർക്കെല്ലാം ആധ്യാത്മികമായ അറിവ് നൽകി അവർക്ക് മോക്ഷമാർഗം തുറന്നു കൊടുക്കുന്നത് എത്രയോ ഉന്നതമായ ചിന്തയാണെന്നും അതൊരു സാധാരണ മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ലെന്നും മനസ്സിലാക്കിയ അമ്മയ്ക്ക് അതിനെ എതിർക്കാനും തോന്നിയില്ല. എന്തായാലും ഒരു മറുപടിയും അമ്മ പറഞ്ഞില്ല. എന്തായാലും ആ കാര്യത്തിന് വേണ്ടി സർവവും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും മനസ്സാ വാച കർമ്മണ ഭഗവത് സേവയിൽ മുഴുകി ജീവിതം പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കുന്ന ഉന്നതമായ ഒരു ചിന്ത തൻ്റെ മകന് ഉണ്ടല്ലോ എന്ന് ആർക്കും തോന്നാത്ത ദിവ്യമായ ഒരു കാര്യം, അതിന് താൻ അനുവാദം കൊടുക്കുകയല്ലേ വേണ്ടു എന്ന ചിന്ത ആ മാതാവിന് ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളെ നോക്കാൻ വയസ്സുകാലത്ത് ആകപ്പാടെ ഉള്ള ഒരു മകനെയാണ് ഈ പറയുന്ന വാസുദേവൻ. അപ്പോൾ അതുകൊണ്ട് അനുവാദം കൊടുക്കാനും പറ്റുന്നില്ല, എന്നാൽ അനുവാദം കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരവസ്ഥ. ഒരു ദിവസം തൊട്ടടുത്ത മഠത്തിൽ പോയിട്ട് വാസുദേവൻ തിരികെ വീട്ടിലേക്ക് വന്നില്ല. അപ്പോ അമ്മ മകന്റെ ആഗ്രഹം അന്നാണ് അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അവൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആശ്രമത്തിൽ ജീവിക്കണമെന്നും സന്യാസിയാകണമെന്നൊക്കെ. അതുകൊണ്ട് ഇനി അവിടെ ഉണ്ടോ, അവിടെ തന്നെ ഉണ്ടാകും മിക്കവാറും. അതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് അമ്മ അച്ഛനോട് പറയും. തനിക്ക് ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലെന്നും ഭഗവത് സന്ദേശം ലോകർക്ക് നൽകി എല്ലാവരെയും ഭഗവത് ഭക്തിയിലേക്ക്, അതുവഴി ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കലാണ് ജീവിത ലക്ഷ്യമെന്നും വാസുദേവൻ തന്നെ അന്വേഷിച്ച് വന്ന പിതാവിനോട് പറയും. അപ്പോ അച്ഛൻ പറയും, ഞങ്ങൾ വയസ്സായി, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ഒരാളില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ആ മകന്റെ മുമ്പിൽ അച്ഛൻ സംസാരിക്കും. അപ്പോ വാസുദേവൻ പറയും, ആരുമില്ലാത്തവർക്ക് ഭഗവാൻ ഉണ്ടാകും തുണയ്ക്ക്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്താണ് നടക്കാത്തത്, എല്ലാം വിജയം ഭവിക്കുമെന്ന് പറയും. അപ്പോ അച്ഛൻ പറയും, ആരുണ്ടെങ്കിലും ഭഗവാന്റെ കാരുണ്യ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പുത്രന്റെ ആ സഹായം ഇല്ലെങ്കിൽ പിന്നെ വയസ്സുകാലത്ത് എന്നെ ആരാണ് നോക്കുക? അപ്പോ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് നിന്നെ പുത്രനായിട്ട് വയസ്സായ കാലത്ത് നീ ഞങ്ങളുടെ പുത്രനായിട്ട് വന്നത്. അപ്പോ ഈ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് അച്ഛൻ ചോദിക്കും. അപ്പോ ഭഗവാനെ പ്രാർത്ഥിച്ച് സേവിച്ചാൽ ഭഗവാൻ എല്ലാം നോക്കിക്കൊള്ളും. ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ അത് പറയുന്നുണ്ടല്ലോ, തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാം ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങളെല്ലാം യോഗക്ഷേമം മഹാമ്യഹം. യോഗം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ നേട്ടങ്ങൾ, ക്ഷേമം എന്ന് പറയുന്നത് ഭൗതിക നേട്ടങ്ങൾ, ഇതെല്ലാം ഞാൻ നൽകുമല്ലോ എൻ്റെ ഭക്തന് എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അതിൽ എന്തുകൊണ്ട് അങ്ങക്ക് വിശ്വാസം വരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, നീ ഇപ്പോൾ എന്തായാലും എനിക്ക് ക്ഷേമം നൽകാനായിട്ട് പുത്രനായിട്ട് ഭഗവാൻ എനിക്ക് തന്നിരിക്കുകയില്ലേ, പിന്നെ ഞാൻ വീണ്ടും ഭഗവാനെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. ഭഗവാൻ എനിക്ക് നിന്നെ പുത്രനായിട്ട് തന്നിരിക്കുകയില്ലേ, അപ്പൊ എന്റെ ക്ഷേമം നോക്കേണ്ട കാര്യം നിനക്കാണല്ലോ. അപ്പോ എനിക്ക് നീ അല്ലാതെ വേറൊരു പുത്രൻ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ നിർബന്ധിക്കില്ലായിരുന്നു എന്ന് അച്ഛൻ പറയും. അപ്പോ വസുദേവൻ പറയും, ഓ അത് ശരി, ഒരു പുത്രൻ ഉണ്ടെങ്കിൽ അങ്ങ് എന്നെ നിർബന്ധിക്കില്ലായിരുന്നു അല്ലേ, ശരി. അപ്പോ അങ്ങക്ക് ഉടൻ തന്നെ ഒരു പുത്രനും ഒരു പുത്രിയും ജനിക്കും. അപ്പോഴേക്കും തന്നെ വയസ്സ് 10-70 ആയി ആർക്ക്? മധ്വാചാര്യരുടെ അച്ഛൻ. അപ്പോ ഈ അദ്ദേഹം പറയും, ഈ വയസ്സ് ആയ കാലത്ത് ഇനി മക്കൾ ജനിക്കുകയോ, ഒരിക്കലും നടക്കില്ല എന്ന് അച്ഛൻ പറയും. നോക്കാം നമുക്ക്, അങ്ങനെ അച്ഛന് പുത്രനും പുത്രിയും ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് അനുവാദം തരുമല്ലോ എന്ന് ചോദിക്കും. അപ്പം തീർച്ചയായിട്ടും അതിലെനിക്ക് വിഷമമില്ല, ഞങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണം എന്ന് പറയും. അങ്ങനെ നാരായണ ഭട്ടിനും വേദവതിക്കും ഒരു പുത്രനും പുത്രിയും കൂടി ജനിക്കുന്നു. അതോടെ മാതാപിതാക്കളുടെ മുന്നിൽ നമസ്കരിച്ച് അനുവാദം വാങ്ങി വാസുദേവൻ സന്യാസം സ്വീകരിച്ചു. തുടർന്ന് വേദാന്തസാരമായ ഭഗവത് ഭക്തിയെ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ശുഷ്കവാദമായ അദ്വൈതവാദത്തെ അല്ലെങ്കിൽ മായാവാദത്തെ ഖണ്ഡിച്ചുകൊണ്ടും വാസുദേവൻ എന്ന മാധ്വാചാര്യർ ഭാരത പര്യടനം നടത്തുന്നു.
അങ്ങനെ എന്താണ് വിഷ്ണുമംഗലം, തിരുവനന്തപുരം, ശ്രീരംഗം, ശ്രീവൈഷ്ണം, കാഞ്ചീപുരം, തിരുപ്പതി തുടങ്ങി ബദരിനാഥ് അടക്കമുള്ള പുണ്യതീർത്ഥങ്ങളെല്ലാം അദ്ദേഹം സഞ്ചരിച്ച് ഈ പറയുന്ന മായാവാദ ഫിലോസഫിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തൻ്റെ ദ്വൈത സിദ്ധാന്തവും ശ്രീകൃഷ്ണ ഭക്തിയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ലോകത്തിന് പ്രചാരണം ചെയ്തു. ബദരിയിൽ വേദവ്യാസൻ നേരിട്ട് അദ്ദേഹത്തിന് ദർശനം നൽകുന്നുണ്ട്. ഇതിനിടയിൽ അങ്ങനെ സാഹിത്യ അവതാരവും വൈദിക സാഹിത്യങ്ങളുടെ രചയിതാവുമായ ശ്രീലവ്യാസത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ട് തന്നെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു അവസരവും ബദരിയിൽ വെച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നേരിട്ട് തന്നെ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്നുണ്ട്. അങ്ങനെ പല സിദ്ധാന്തക്കാരെയും തന്റെ അഗാധമായ പാണ്ഡിത്യത്താൽ, ജ്ഞാനത്താൽ പരാജയപ്പെടുത്തിയ മാധ്വാചാര്യർ ഉടുപ്പിൽ പിന്നെ തിരികെ വരുന്നു. അവിടെ ഇരുന്ന് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർക്ക് അദ്ദേഹം ഭക്തിയുടെ ഭഗവത് സേവനത്തെ പറ്റിയും യുഗധർമ്മത്തെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരണം നടത്തി ആൾക്കാരെ ഈശ്വരാവബോധത്തെ, കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലെ യാഗങ്ങൾ, പശുവിനെ അടക്കം ബലി അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു. മധ്വാചാര്യർ അവരെ ഈ യാഗം നടത്തുന്ന ബ്രാഹ്മണരെ എല്ലാം ചെന്ന് കണ്ടിട്ട് ഇതൊന്നും വളരെ ക്രൂരമായ കർമ്മമാണ്, ഒരു ജീവിയെ ഇങ്ങനെ കൊല്ലാൻ പാടില്ല യാഗത്തിന്റെ പേരിൽ, ഇതൊക്കെ അതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ പശുവിനെ കൊന്നു കഴിഞ്ഞാൽ യാഗത്തിൽ സമർപ്പിക്കുന്ന ആളിന് തിരിച്ച് അതേ പശുവിനെ ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇവർക്കില്ല. ആ യോഗ്യത ഇല്ലാത്ത ബ്രാഹ്മണര് പ്രത്യേകിച്ച് പശുവിന്റെ മാംസം ഭക്ഷിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോടെ യാഗങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു പിൽക്കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അദ്ദേഹം വളരെ നിശിതമായിട്ട് വിമർശിച്ച് അവരെ കാര്യകാരണ സഹിതം പറഞ്ഞ് ബോധവൽക്കരണം നടത്തി അവരെല്ലാം ആ യാഗാദികളിൽ നിന്നൊക്കെ മാറ്റി അവരെല്ലാം ഭക്തന്മാരാക്കി, യഥാർത്ഥ ഭക്തന്മാരാക്കി മാറ്റി. അങ്ങനെ ധാരാളം ആൾക്കാർ ആ കാലഘട്ടത്തിൽ വെജിറ്റേറിയനായി. ബ്രാഹ്മണരായാൽ പോലും ഈ പറഞ്ഞ യാഗാദികളൊക്കെ ചെയ്യുന്നവര്, പിന്നെ അല്ലാതെ തന്നെ മറ്റു ജാതിക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം ഈ ജീവജാലങ്ങളെ കൊന്നു തിന്നുന്നതിൻ്റെ ആ അപകടകരം, അത് നമ്മൾ ആ ഒരു നേരത്തെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ എത്രയോ ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. ആ കർമ്മങ്ങൾ നമ്മളെവിടെ ഭൗതിക ലോകത്ത് ബന്ധിച്ചിടും. പിന്നെ അതിൽ നിന്നും മോചനം കിട്ടാൻ വളരെ പ്രയാസമാണെന്നുള്ള ആ തത്വം ഭാഗവതം 5-ാം സ്കന്ധത്തിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ പറയുന്ന കാര്യം അദ്ദേഹം സമൂഹത്തിന് പങ്കുവെച്ചു കൊടുത്തു. അതോടുകൂടി ധാരാളം ആൾക്കാർ അദ്ദേഹം വെജിറ്റേറിയൻ ആയിട്ട് മാറി. അവരെല്ലാം നാമം ജപിക്കാൻ തുടങ്ങി, അവരെല്ലാം ഭക്തിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ശിഷ്യ സമൂഹത്തിൽ അബ്രാഹ്മണരെയും അദ്ദേഹം സ്വീകരിച്ചു. അവർക്ക് ശ്രീകൃഷ്ണ ഭക്തി പകർന്നു കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ അംശങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, ഈ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ, ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥ ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജാതി വ്യവസ്ഥ ചതുപർണ്യം മയാശിഷ്ടം ഗുണ കർമ്മ വിഭാഗശ. അയാളുടെ ഗുണം, അയാളുടെ സ്വഭാവം, അയാൾ ചെയ്യുന്ന കർമ്മം, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ചാതുർവർണ്ണ്യം 4 ജാതി വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നതെന്ന ഭഗവാൻ പറഞ്ഞ ആ ശ്ലോകം അദ്ദേഹം ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തി. അല്ലാതെ ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു ഡോക്ടർ ആകുന്നത് ഡോക്ടറിന്റെ മകനോ, എഞ്ചിനീയർ ആകുന്നത് എഞ്ചിനീയറുടെ മകനോ അല്ല. എഞ്ചിനീയറുടെ മകനും എഞ്ചിനീയർ ആകാം, ഡോക്ടറുടെ മകനും ഡോക്ടറാകാം, പക്ഷേ MBBS പാസ്സായിരിക്കണം. അതുപോലെ ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണന്റെ വയറ്റിൽ ജനിച്ചാൽ ബ്രാഹ്മണൻ ആകില്ല. അതുകൊണ്ടാണ് അവർക്ക് ഉപനയനം അല്ലെങ്കിൽ ദ്വിജൻ, 2ാം ജന്മം, ഉപനയനത്തിലൂടെയാണ് അവർ ബ്രാഹ്മണരാകുന്നത്. ജനിക്കുന്നതെല്ലാം ശൂദ്രരായിട്ടാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ബാക്കി വരുന്നതെല്ലാം ഓരോ ജാതിയായിട്ട് തിരിക്കുന്നത് ഓരോരുത്തരുടെ സ്വഭാവവും കർമ്മത്തെയും അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ തന്നെ മഹത്തുക്കളായിട്ടുള്ള ആചാര്യന്മാരായ നോക്കിക്കഴിഞ്ഞാൽ, രാമായണം എഴുതിയ വാത്മീകി, അദ്ദേഹം വേടനാണ്, ആദിവാസിയാണ്. വ്യാസദേവൻ മുക്കുവ സ്ത്രീയിൽ ജനിച്ച ആളാണ്. അതുപോലെ ധാരാളം പേരുണ്ട്.
ഈ പറയുന്ന വിശ്വാമിത്രൻ മഹർഷി, വലിയ ബ്രഹ്മർഷിയായിട്ട് അറിയപ്പെടുന്ന വിശ്വാമിത്രൻ ഒരിക്കലും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളല്ല. അദ്ദേഹം ക്ഷത്രിയനായിരുന്നു. അതേസമയം പരശുരാമനാണെങ്കിലോ അദ്ദേഹം ആ, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുകയും ക്ഷത്രിയരെ മൊത്തം കൊന്നു തള്ളുകയും ചെയ്ത, ക്ഷത്രിയരെക്കാൾ രാജസിക ഭാവം എന്ന് പറഞ്ഞാൽ ശക്ത്യാവേശ അവതാരം, ഭഗവാന്റെ ശക്തി ആവേശം കൊണ്ട് അവതാരമായിട്ട് മാറി പരശുരാമൻ. ഇങ്ങനെ ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും പല പല ജാതികളാണ്, ഇവരൊന്നും ബ്രാഹ്മണ ജാതി ഒന്നും അല്ല. അപ്പൊ അത് എന്ന് മാത്രമല്ല, ഇവരെല്ലാം ധാരാളം ഇപ്പോ കൃഷ്ണ ഭഗവാൻ തന്നെ ശരിക്കും ജാതിയുടെ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെ ഏതിലാണ് ജനിച്ചത്? ഇടയ ജാതിയാണ് അല്ലേ? അവർ OBC എന്ന് വേണമെങ്കിൽ ഇന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥ വെച്ച് നോക്കിയാൽ OBC ആയിട്ടാണ്. അപ്പോ അപ്പൊ ഇതിലൊന്നും ഒരർത്ഥമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഒരാളുടെ സ്വഭാവം, ഒരാളുടെ ഗുണം, ഒരാളുടെ പ്രവൃത്തികൾ, അവരുടെ കർമ്മം, ഇതിനെ ആസ്പദമാക്കിയാണ് ജാതി നമ്മുടെ വേദപുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വേദങ്ങളും പുരാണങ്ങളെല്ലാം സംസ്കൃതത്തിലായതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ ഈ ജ്ഞാനം സാധാരണക്കാർക്ക് കിട്ടാണ്ട് പോവുകയും ഇത് അറിയാവുന്നവർ അതിനെ മിസ്യൂസ് ചെയ്ത് അതിനെ തെറ്റായി ധരിപ്പിച്ച് തങ്ങളുടെ സുഖസൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ ക്രൂരമായ ജാതി ചിന്താഗതി, ഒരിക്കലും ശാസ്ത്രം പറയാത്ത ജാതി വ്യവസ്ഥ കേരളത്തിൽ, ഇന്ത്യയിൽ മുഴുവൻ പടർന്നു പിടിച്ചു. അത് കാരണം സനാതന ധർമ്മത്തിന് വലിയ ഡാമേജ്, വലിയ വലിയ പോരായ്മകൾ, വലിയ നാശനഷ്ടമുണ്ടായി. ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റ് മതങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നു. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ എനിക്കറിയാവുന്ന ഒരു 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 ക്രിസ്ത്യൻ പള്ളിയുണ്ട്, കാഞ്ഞിരംകുളം ആ ഭാഗത്ത്, കമുകിൻകോട് എന്ന് പറയും. അവിടുത്തെ അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയിൽ മനം തൊന്ന ഈഴവ കമ്മ്യൂണിറ്റി മൊത്തം ക്രിസ്ത്യാനികളായിട്ട് മാറി. അത് ഇന്നും അറിയപ്പെടുന്നത് ഈഴവ പള്ളി എന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ അന്ധമായ അനീതി ഈ കലർന്ന ജാതി വ്യവസ്ഥ, സവർണ മേധാവിത്വം ഒരു കാലത്ത് ഈ ആൾക്കാരെ വഴിതെറ്റിച്ച് ഈ പറഞ്ഞ രീതിയിൽ വളരെ ക്രൂരമായിട്ട് ഇന്നും തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഉൾഗ്രാമങ്ങളിലെല്ലാം ചിരട്ടയിൽ താഴ്ന്ന ജാതിക്കാർക്ക് ചായ കൊടുക്കുന്ന കടകളുണ്ട്. ഉത്തരേന്ത്യയിലും ഇതേപോലെ ജാതിയുടെ പേരിൽ കൂട്ടക്കൊലകൾ വരെ നടക്കുന്നുണ്ട്. ഇതൊക്കെ സനാതനധർമ്മത്തിന് വലിയ 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 കുറവുകൾ വരുത്തിവെച്ചു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം, RSS പോലെയുള്ള സംഘടനകളൊക്കെ ഇതിന് നിന്നും ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം അതിനും ഒരു പടി കൂടി ഉയർന്ന മതത്തിൽ നിന്നും, ഒരു മതം പോലും നമുക്ക് ബാധകമല്ല. നമ്മുടെ ഗുരുക്കന്മാരിൽ തന്നെ എത്രയോ പേർ ശരിക്കും പറഞ്ഞാൽ ജനിച്ചത് ക്രിസ്ത്യാനികളായിട്ടാണ്. അതുപോലെ എത്രയോ മുസ്ലിം രാജ്യങ്ങളിൽ എത്രയോ ജൂതന്മാരെയൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തിലെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഈ ഇസ്കോൺ ഫോളോവേഴ്സ് ആയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് വേൾഡ് വൈഡായിട്ട് ലോകം മുഴുവനും ഉണ്ട്. അപ്പോൾ അതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മഹത്വം. അപ്പോൾ എന്തായാലും തൻ്റെ ശിഷ്യൻ സമൂഹത്തിൽ അബ്രാഹ്മണരെയും അദ്ദേഹം ചേർത്തു. അതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വിമർശനവും എതിർപ്പും ഒക്കെ മാധവാചാര്യർക്കും നേരിടേണ്ടി വന്നു. ഇതിനേക്കാൾ ക്രൂരമായ എതിർപ്പാണ് രാമാനുജാചാര്യർക്ക് നേരിടേണ്ടി വന്നത്. രാമാനുജാചാര്യരുടെ കഥ പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 6-7 ദിവസം എടുക്കും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയാൻ. കാരണം അത്രമാത്രം സംഭവ ബഹുലമാണ്, അത്രമാത്രം അതിശയങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞതും, അത്രമാത്രം ഈ പറഞ്ഞ ജാതി ചിന്തയ്ക്കെതിരെ പടപൊരുതിയ ആളാണ് അദ്ദേഹം. ഓരോ ഓരോ ഇൻസിഡന്റുകളും അത്ഭുതങ്ങളും ഭയങ്കരമായ സംഭവങ്ങളും സാമൂഹ്യ പരിവർത്തനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് രാമാനുജാചാര്യരുടെ ജീവചരിത്രം. നിങ്ങൾക്ക് എനിക്കിവിടെ പറയാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാനത് പറയാം. പക്ഷെ ഒരാഴ്ചയോളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 5-6 ക്ലാസ്സെങ്കിലും കുറഞ്ഞത് അടുപ്പിച്ച് കിട്ടിയാൽ അത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അത്രമാത്രം അതിശയം നിറഞ്ഞതാണ്. തൻ്റെ ഗുരുവിനെ തന്നെ തൻ്റെ ശിഷ്യനാക്കിയ ആളാണ്, ഭഗവാനെ തന്നെ തൻ്റെ ശിഷ്യനാക്കിയ ആളാണ്.
ഭഗവാന്റെ സമീപത്ത് തന്നെ ഉടലോടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ശ്രീരംഗം ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് രാമാനുജാചാര്യർ. അങ്ങനെയുള്ള രാമാനുജാചാര്യരും ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായിട്ട് നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഭീഷണികളൊക്കെ, വധഭീഷണിയൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്തായാലും അദ്ദേഹത്തിന് ജാതിപരമായിട്ടുള്ള മാത്രമായിരുന്നില്ല, ശൈവ രാജാക്കന്മാരിൽ നിന്നും വളരെ ഭീഷണി നേരിടേണ്ടി വന്നു. അതൊക്കെ വളരെ വേദന ജനിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ ഗുരുവിനും അതിന്റെ പേരിൽ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന കഥകളൊക്കെ അതിലുണ്ട്. വളരെ വിഷമത്തോടെ നമ്മൾ കേട്ടിരിക്കേണ്ടി വരുന്ന കഥകളാണ്. ഇതുപോലെ അല്ല, മാധവാചാര്യരുടെ ജീവചരിത്രം പോലെ അല്ല, കുറെ കൂടി വേദന അറിയിക്കുന്ന അനുഭവങ്ങളൊക്കെ അതിലുണ്ട്. ഓക്കെ, എന്തായാലും അദ്ദേഹം ജാതിയുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, ജാതി വ്യവസ്ഥ ഭഗവാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥ ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നും, ഒരു മനുഷ്യന്റെ ഗുണത്തിന്റെയും സ്വഭാവത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവന്റെ ജാതി, അല്ലാതെ ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് അദ്ദേഹം തൻ്റെ ആൾക്കാരെ, ബ്രാഹ്മണ സമൂഹത്തെ, സവർണ മേധാവത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. അവർക്കൊന്നും ആദ്യം അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ മാധവാചാര്യർ വായുദേവന്റെ അവതാരമാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അവിടെ തിരിഞ്ഞു മറിഞ്ഞു നോക്കില്ല. അദ്ദേഹം അത്ര ശക്തനായിരുന്നു. ഏത് തീരുമാനവും എടുക്കാനും നടപ്പാക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോ അങ്ങനെ രാമാനുജാചാര്യ പോലെ എവരോടും കാരുണ്യമുള്ള, ദയവുള്ള ആത്മീയാചാര്യൻ കൂടിയാണ് മാധവാചാര്യർ. ഇനി നമുക്ക് അദ്ദേഹം ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടാക്കിയ അവിടെ ഇരിക്കുന്ന വിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്, ഒരിക്കലും അദ്ദേഹം കടലിന് അഭിമുഖമായിരുന്ന് ആ കടൽക്കാറ്റൊക്കെ ഏറ്റ് അങ്ങനെ കടലിലെ കാഴ്ചകളെല്ലാം കണ്ട്, അങ്ങനെ തിളങ്ങുന്ന കടലിൽ സൂര്യപ്രകാശം വൈരം പതിക്കുന്ന ആ രംഗമെല്ലാം കണ്ട് അങ്ങനെ സന്തോഷിച്ച് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കടലിലൂടെ ഒരു കപ്പൽ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. ആ കപ്പൽ ഏകദേശം കരയെ അടുക്കാറാകുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. കടല് പ്രക്ഷുബ്ധമായിട്ട് ഭയങ്കരമായ ഭീകരമായ തിരമാലകളൊക്കെ വന്നടിക്കാൻ തുടങ്ങി. കപ്പലിനെ അത് എടുത്തു മറിക്കുന്ന അവസ്ഥയെത്തി. അങ്ങനെ കപ്പലിലുള്ളവരെല്ലാം അങ്ങനെ കൂട്ട നിലവിളിയായി. അപ്പോൾ അവർ കപ്പലിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു കാവി വസ്ത്രധാരി ഒരു പാറയുടെ മുകളിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു എന്ന് അവർ കണ്ടു. അങ്ങനെ അവർ ഉറക്കെ ഇദ്ദേഹത്തിനെ കൈ കാണിച്ച് വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ കപ്പിത്താനും കപ്പലിലുള്ള ആൾക്കാരും എല്ലാവരും കൂടെ മാധവാചാര്യരെ നോക്കി രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പോ വായുദേവന്റെ അവതാരമായ മാധവാചാര്യർ കാറ്റിനെ തന്റെ മനോബലത്താൽ നിയന്ത്രിച്ചു നിർത്തി. അദ്ദേഹം എണീറ്റ് നിന്ന് ഒരു മന്ത്രമൊക്കെ ചൊല്ലി കൈകൊണ്ട് ആ കാറ്റിനെ നിയന്ത്രിച്ചു. അങ്ങനെ അവരെല്ലാം ഒന്നും സംഭവിക്കാതെ കരയിലേക്ക് വന്നടുത്തു. അങ്ങനെ അവർക്കായി ഭയങ്കര അതിശയവും അത്ഭുതവും സന്തോഷവും, കാരണം അവരുടെ ജീവിതം ഇപ്പോൾ കടലിൽ മുങ്ങിപ്പോയാൻ. അങ്ങനെ അവരെല്ലാം ഓടി വന്ന് മാധവാചാര്യന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. അപ്പോ വലിയൊരു ദുരന്തത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച സന്യാസിക്ക് മുന്നിൽ വന്നിറങ്ങിയ കപ്പൽ യാത്രക്കാർ മാധവാചാര്യരെ നമസ്കരിച്ചു. എന്നിട്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് അങ്ങ് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കണം. സ്വർണമുണ്ട്, പണമുണ്ട്, പിന്നെന്താണ് വജ്രങ്ങളും. കാരണം അവര് ഇങ്ങനെ രാജ്യങ്ങൾ തോറും പോയി പല പല സാധനങ്ങൾ കളക്ട് ചെയ്ത് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുന്ന കപ്പലായിരുന്നു. അതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോ സ്വർണമോ വെള്ളിയോ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതി, കുറെ ഞങ്ങൾ ഇവിടെ ഇറക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊരു സന്യാസിയാണ്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പോൾ ഇല്ല, അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, എന്നാൽ നിങ്ങളുടെ ആ കപ്പലിനുള്ളിൽ 2 വലിയ മൺകട്ട ഇരിപ്പില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഉണ്ട്, അത് കപ്പലിന്റെ ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ആ വലിയ മൺകട്ട 2 ഇവിടെ ഇറക്കിക്കോളൂ, എന്നിട്ട് ഇവിടുന്ന് കരിങ്കല്ല് എന്തെങ്കിലും കയറ്റി കൊണ്ടുപോയിക്കോളാൻ പറയും, വെയിറ്റ് നിയന്ത്രിച്ച്. അങ്ങനെ എന്തിനാ സ്വാമി, ആ മൺകട്ടയല്ലേ, അതുകൊണ്ട് എന്താ പ്രയോജനം? കുഴപ്പമില്ല, എനിക്ക് അത് മതി എന്ന് പറയും.
അങ്ങനെയാണ് നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കപ്പൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ് ഭാഗങ്ങളിൽ നിന്നും പലതരം ചരക്കുകളും കയറ്റി വരുന്ന കപ്പലിൽ ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടി വച്ചിരുന്ന മൺകട്ടകൾ ഗോപീചന്ദന കട്ടകളായിരുന്നു. ആ വലിയ മൺകട്ടകൾ എന്ത് ചെയ്തു, അദ്ദേഹം മാധവാചാര്യർ തട്ടി മാറ്റി ഉടക്കി. അപ്പോൾ ഉടയ്ക്കുമ്പോഴേക്കും അതിനകത്തു നിന്നും ഇന്ന് നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന അതിമനോഹരമായ കൃഷ്ണന്റെ മെറ്റൽ വിഗ്രഹം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ശ്രമിച്ചാൽ പോലും എടുക്കാനാകാത്ത ആ വിഗ്രഹത്തെ അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് ഉടുപ്പിയിൽ ഇന്ന് കാണുന്ന സ്ഥലത്ത് കൊണ്ട് പ്രതിപ്രകാരം പ്രതിഷ്ഠിക്കുന്നു. അതാണ് ഇന്ന് നാം കാണുന്ന ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. അദ്ദേഹം ഇങ്ങനെ യാത്ര മധ്യേ കാട്ടിലൂടെ പോകുന്ന സമയത്ത് കുറെ കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹം പെട്ടെന്ന് അവരെല്ലാം സന്യാസിയാണ്, സന്യാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണ്. അപ്പോൾ ഒരൊറ്റയ്ക്കുള്ള ഒരാൾക്ക് ഒരിക്കലും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്മളെ തുണി അലയ്ക്കും പോലെ ഓരോരുത്തരെയും തൂക്കി തറയിൽ അടിച്ച് കൊന്നു എല്ലാത്തിനെയും. അത്ര ശക്തിമാനാണ് അദ്ദേഹം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്ന് അദ്ദേഹം സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കുത്താൻ വരുന്ന പോത്തിന്റെ മുന്നിൽ നമ്മൾ വേദം മതിക്കൊണ്ട് നിന്നാൽ നമ്മളെ കുത്തി മലത്തിക്കൊണ്ട് അത് അതിന്റെ പട്ടിണി പോകും. അതുകൊണ്ട് അടി കൊടുക്കേണ്ടവന് അടി കൊടുത്തിരിക്കുക തന്നെ വേണം, കൊല്ലേണ്ടവനെ കൊല്ലുക തന്നെ വേണം. അവിടെ സ്വാമി എന്നും പറഞ്ഞുകൊണ്ടോ കാവ്യ വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ മാറി നിന്നാൽ അവൻ നമ്മളെ കൊന്നിട്ട് പോകും. നമുക്ക് ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് കൃഷ്ണാബോധം പരിശീലിക്കാനും അത് പ്രചരിപ്പിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം സ്വന്തം ജീവൻ നിലനിർത്താൻ നമ്മൾ പ്രാപ്തനാകണം എന്ന് അദ്ദേഹം സമൂഹത്തിനെ പഠിപ്പിച്ചു. അങ്ങനെ വേണുപൂതുന്ന കൊച്ചു ശ്രീകൃഷ്ണൻ തന്നെ 20-ൽ പരം അസുരന്മാരെ നിഷ്കരണം കൊന്നു തള്ളിയ ആളാണ്. ഭൂഭാരം തീർക്കാനായിട്ട് ദുഷ്ടരെ മുഴുവൻ മഹാഭാരത യുദ്ധത്തിൽ തീർക്കാൻ അദ്ദേഹം കാരണക്കാരനായിട്ട് മാറിയിട്ടുണ്ട് ഭഗവാൻ. അപ്പോ നിഗ്രഹം എന്ന് പറയുന്നത് ആവശ്യമുള്ളിടത്ത് പ്രയോഗിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ആരെയും ഒരു ഉറുമ്പിനെ പോലും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കരുത്. മറിച്ച് നമ്മളെ ശല്യം ചെയ്യാനോ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ കൊല്ലാനോ വരുന്നവന്റെ മുമ്പിൽ ഒരു കാരണവശാലും നമ്മൾ ശാന്തതയും കൊണ്ട് നിന്നു കൊടുക്കരുത്. നിന്നു കൊടുത്താൽ അവൻ നമ്മളെ കൊന്നു മലത്തിയിട്ട് പോകും. അപ്പോൾ അവിടെ അടി തന്നെ കൊടുത്തിരിക്കണം എന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിക്കുകയും കൂടി ചെയ്തു. അങ്ങനെ ആ കൃഷ്ണനെ മറന്നതാണ് ഇന്ന് സനാതന ധർമ്മം ഈ ദുരിതം ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഒരിക്കല് ഒരു യാത്ര അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യനെ കടുവ ആക്രമിക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് ചെന്നിട്ട് കടുവയെ ചാടി കടുവയുടെ കഴുത്തിനെ പിടിച്ചിട്ട് കഴുത്തോട് കൂടി തറയിൽ തൂക്കി ഒരൊറ്റ അടി. കടുവ എന്താ പറയാ ചെതറിപ്പോയി ആ അടിയിൽ. അതുപോലെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഒരു കരിമൂർഖൻ പാമ്പ് കയറി വന്നു. അതിനെ ഓട്ടിക്കാൻ നോക്കിയിട്ട് അത് ഒരു വിധത്തിലും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഓട്ടിക്കാൻ ശ്രമിച്ച ആൾക്കാരെ അത് ചാടി കൊത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ തൻ്റെ തള്ള വിരല് കൊണ്ട് തന്നെ ഞെരിച്ചു കൊന്നു. നമ്മൾ ഈ ചെറിയ ഒരു കമ്പിലിട്ട് ഞെട്ടും പോലെ ഞെരടി അതിനെ കൊന്നു. അത്ര ശക്തിയും അത്ര ധൈര്യവും ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹം. പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവിന് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അങ്ങനെ കടം കൊടുത്ത ആള് വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ കടം വാങ്ങിച്ചു പോയി. ശരി, അച്ഛൻ്റെ പൈസ ഉണ്ടോ? ഇല്ല. ശരി, എന്നാ കുറച്ച് പുളിങ്കുരു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ പുളിങ്കുരുവിനെ അദ്ദേഹം നാണയമാക്കി മാറ്റി അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇനി മേലാൽ ആരോടും കടം വാങ്ങിക്കരുത്, എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പൈസ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ഇങ്ങനെ അമാനുഷികങ്ങളായ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരിക്കല് വഴി തടസ്സമായിട്ട് കിടന്ന 1000 പേര് ആൾക്കാരെ കൊണ്ടുപോലും അനക്കാൻ പറ്റാത്ത വലിയ ഒരു കൽപ്പാറ, ഒരു വലിയ പാറ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ആ വഴിയിൽ കിടന്ന പാറയെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് പൊക്കി തുംഗഭദ്ര നദിക്ക് കുറുകെ വെച്ചു കൊടുത്തു. അത് ഒരു പാലമായിട്ട് മാറി. ഇന്നും ആ തുംഗഭദ്ര നദിയിൽ ആ വലിയ പാറ നമുക്ക് പോയാൽ കാണാം. അതിലൂടെ ഇപ്പോൾ ആൾക്കാർ വഴി നടക്കാനും തുടങ്ങി. അമ്പു തീർത്ഥം എന്നാണ് ആ പാറ അറിയപ്പെടുന്നത്. ആ പാറയുടെ തീരം അറിയപ്പെടുന്നത്. ഭക്തർ അവിടെ എത്തി അവിടെ സ്നാനം ചെയ്തിട്ട് അരികിലെ ശ്രീ കാളീശ്വര പെരുമാളെ വണങ്ങുന്നുണ്ട് അവിടെ.
മൈസൂർ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ കലാസ ഗ്രാമത്തിനരികിലെ കാട്ടുപ്രദേശത്താണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അങ്ങനെ രാമാവതാരത്തിൽ ഹനുമാനായും ദ്വാപരയുഗത്തിൽ ഭീമനായും കലിയുഗത്തിൽ മാധ്വാചാര്യരായും അവതരിച്ചത് ഒരേ ആളാണെന്ന്, അല്ലെങ്കിൽ വായുദേവനാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മാധ്വാചാര്യരുടെ ചിത്രങ്ങളിൽ അദ്ദേഹം 2 വിരലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചതായിട്ട് കാണാം നമുക്ക്. അത് ജീവാത്മാവും പരമാത്മാവും, അല്ലെങ്കിൽ ഭഗവാനും ഭക്താനും 2 തന്നെയാണ്, ഒന്നല്ല, അദ്വൈതമല്ല, ദ്വൈതമാണ് എന്ന് കാട്ടിക്കൊടുക്കുന്നതാണ്. സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, അല്ലെങ്കിൽ ഹരി, വിഷ്ണു, ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് സമനായോ ഉപരിയായോ വേറെ ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നുമില്ല. ജീവാത്മാക്കളിൽ ഏറ്റവും ഉന്നതൻ ആരാണ്? വായുദേവനാണ്. എന്നാൽ ഏറ്റവും സർവോത്തമൻ, മൊത്തം സൃഷ്ടിയിൽ സർവോത്തമൻ ആരാണ്? അത് ഹരി. അപ്പോ വായു ജീവോത്തമ, ഹരി സർവോത്തമ എന്നാണ് ആ മാധ്വ മതം പറയുന്നത്. ദ്വൈത സിദ്ധാന്തത്തെ 37 സ്തോത്ര ഗ്രന്ഥങ്ങളിൽ വിഭജിച്ചിരിക്കുന്നു മാധ്വാചാര്യർ. അവ മൂലം അവ എല്ലാവരും ഇന്നുള്ള ഈ ദ്വൈത ഫിലോസഫി അനുസരിച്ച് ജീവിക്കുന്നവരെല്ലാം അവരെ ആ ഗ്രന്ഥങ്ങളെയൊക്കെ മൂലഗ്രന്ഥങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധം എന്താണ് വളരെ ഗഹനവും പുണ്യഗ്രന്ഥങ്ങളിലെ അറിവ് വളരെ ലളിതവും വ്യക്തവുമായിട്ട് മാധ്വാചാര്യർ തന്റെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഒരിക്കല് ഉടുപ്പിയിലെ അനന്തേശ്വർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്തി പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തു നിന്ന് ദേവകൾ ഇങ്ങനെ പൂക്കൾ വാരി വർഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇവരുടെ സദസ്സിന്റെ മുന്നിൽ, 2 പേരുടെയും മുന്നിലായിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് പൂക്കൾ ഇങ്ങനെ വീഴുന്നുകൊണ്ടിരുന്നു. പൂക്കളെല്ലാം മാറി വീഴ്ച നിന്നതിന് ശേഷം നോക്കുമ്പോൾ രാമാനുജാചാര്യരെ കാണാനില്ല. അദ്ദേഹം ശരീരത്തോടെ ആ പുഷ്പവൃഷ്ടിയിൽ ലയിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അത്ഭുതത്തോടെ, അതിശയത്തോടെ ജനം അത് കണ്ട് അല്ലാതെ അത്ഭുതപ്പെട്ടു, അതിശയിച്ചു. അവരൊക്കെ ഭഗവാന്റെ നാമവും രാമാനുജാചാര്യരുടെ നാമമൊക്കെ ഉറക്കെ ജീവിച്ചു. ഇന്നും വടപത്രിയിൽ ഭഗവാൻ വേദദാസനൊപ്പം ഭക്തിയുത ഭഗവത് സേവനവുമായിട്ട് മാധ്വാചാര്യർ കഴിയുന്നുവെന്നും അനുയായികൾ വിശ്വസിക്കുന്നു. ശ്രീ മാധ്വാചാര്യര് ഭക്തിയും വിശ്വാസവും മാധ്വാചാര്യരിൽ ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഉള്ളിലെ അജ്ഞാനമൊക്കെ ഒഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭക്തിയിലേക്കും ഭഗവത് ധാമത്തിലേക്കും എത്തും എന്നാണ് വൈഷ്ണവ അല്ലെങ്കിൽ ദ്വൈത ഫിലോസഫിക്കാര് വിശ്വസിക്കുന്നത്. എന്തായാലും മധ്വാചാര്യര് വളരെയധികം ശക്തിമാനായിട്ട്, അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എങ്ങനെ നോക്കിയാലും അദ്ദേഹം ധാരാളം ആൾക്കാരെ ഈ പറയുന്ന ഭക്തിയിലേക്ക്, കൃഷ്ണഭക്തിയിലേക്ക് എത്തിച്ച വ്യക്തിത്വമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ, ഭഗവത്ഗീതയില് ഗുരുശിഷ്യ പരമ്പര എടുത്ത് നോക്കിയാൽ കാണും. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മാധ്വാചാര്യർ ഇങ്ങനെ വരുന്നുണ്ട്. ആ പരമ്പരയിൽ ആണ് നമ്മളൊക്കെ വൈഷ്ണവക്കാരെ. ഈ ഇസ്കോണും ഗൗഡിയ വൈഷ്ണവക്കാരെല്ലാം വരുന്നത് മാധ്വാചാര്യരുടെ പരമ്പരയിലാണ്. പക്ഷെ മാധ്വാചാര്യർ വന്നു കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന ആ ഉടുപ്പി ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ നിയന്ത്രണവും എല്ലാം വീണ്ടും ബ്രാഹ്മണ സമുദായത്തിന്റെ കീഴിലായി. അതോടെ ജാതി വ്യവസ്ഥ വീണ്ടും അവിടെ കടന്നു വന്നു. അങ്ങനെ അവിടെ ആ ജാതി വ്യവസ്ഥ വീണ്ടും കടന്നു വന്നതിൽ ഭഗവാന് ഭയങ്കര വിഷമമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അത് 1509 ജനിച്ച് 1606 വരെ ജീവിച്ചിരുന്ന കനകദാസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കർണാടകയിലെ ദുർവാസിൽ ബാധ എന്ന ഗ്രാമത്തിൽ വീരപ്പ നായകന്റെയും തിമ്മപ്പ ബച്ചമ്മയുടെയും മകനായിട്ടാണ് കനകദാസ് ജനിക്കുന്നത്. സുഹൃത്ത് കൂടിയായ പുരന്ദരദാസിനെ പോലെ അദ്ദേഹവും വ്യാസരായ എന്ന് പറയുന്ന സംഗീത വിദ്വാന്റെ ശിഷ്യനായിരുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന താഴ്ന്ന ഇടയജാതിയിൽ അദ്ദേഹം ജനിച്ചത്. എപ്പോഴും ഭഗവത് നാമം ജപിച്ചും ഭഗവാനെ കീർത്തിച്ചും ഭഗവാന്റെ കീർത്തനങ്ങൾ സ്വന്തമായിട്ട് രചിച്ചും അവ വളരെ മധുരമായിട്ട് പാടിയും കഴിയുന്ന ഒരു സാധു ആയിരുന്നു ഈ പറയുന്ന കനകദാസ്. ഉടുപ്പി ശ്രീ ക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും തനിക്ക് ദർശനം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം
അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉടുപ്പിയിലെത്തുന്നു. എന്നാൽ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി പിശാച് സനാതന ധർമ്മത്തിൽ തന്റെ ഭീകരതാണ്ഡവം ആടുന്ന കാലമായിരുന്നു ആ സമയം. താഴ്ന്ന ജാതിക്കാർക്ക് ഉടുപ്പി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം നിഷിദ്ധമായിരുന്നു. ഭഗവത് ദർശനം ലഭിക്കാതെ അദ്ദേഹം വളരെ വിഷമിച്ചു. ഭഗവത് ലീലകൾ കേട്ട് മനസ്സിൽ ഭഗവാൻ നൃത്തം വയ്ക്കുന്നുണ്ട്. ആ ഭഗവാന്റെ വിഗ്രഹം നേരിൽ കാണാൻ അല്ലാത്ത വെമ്പൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ ഉത്സവ സമയമായി. പുഷ്പങ്ങളും തോരണങ്ങളും ദീപാലങ്കാരങ്ങളുമായിട്ട് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു. എങ്ങും കീർത്തനങ്ങൾ, മന്ത്രജപങ്ങൾ, നാമജപ ഘോഷയാത്രകൾ, സങ്കീർത്തനങ്ങൾ, ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. അന്നദാനം നടക്കുന്നു. പുറത്ത് ഭജനകൾ നടക്കുന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷം, വലിയ തിരക്കാണ്. ഈ സമയത്ത് കനകദാസ് വിചാരിച്ചു, ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സമയം എങ്ങനെയെങ്കിലും വേഷം മാറി അകത്ത് കടന്നാൽ ഭഗവാനെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം ആ തിരക്കിൽ തന്നെ ആരും തിരിച്ചറിയാൻ സാധ്യതയില്ല, ഇത് നല്ലൊരു അവസരമാണെന്ന് വിചാരിച്ച് അദ്ദേഹവും ഉയർന്ന ജാതിക്കാരെ പോലെ തലപ്പാവെല്ലാം വെച്ച് കെട്ടി വേഷം മാറി ഉള്ളിലേക്ക് കയറി. പക്ഷേ നിർഭാഗ്യവശാൽ കനകദാസിനെ അവിടെയുള്ള രാമക്ഷേത്ര ഭാരവാഹികൾ കണ്ടുപിടിച്ചു. അങ്ങനെ ശൂദ്രൻ അമ്പലത്തിൽ കയറി ക്ഷേത്രം അശുദ്ധമാക്കി, ബ്രാഹ്മണനെ തൊട്ടു, അവരെയും അശുദ്ധരാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ഇത് അനുവദിക്കാനേ പാടില്ല. അങ്ങനെ അവർ അദ്ദേഹത്തിനെ ആ ക്ഷേത്രത്തിന്റെ പുറകിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു തൂണിൽ കെട്ടി വെച്ച് അടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ദേഹമെല്ലാം പൊട്ടിച്ചോര ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കരഞ്ഞു നിലവിളിക്കും, ഭഗവാനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അങ്ങേ കാണാൻ അകത്തേക്ക് കടന്നതിനാണോ എന്നെ ഇങ്ങനെ ഒരു ദേഹോപദ്രവം ചെയ്യുന്നത്? അങ്ങ് കരുണാസുന്ദരനല്ലേ? അങ്ങ് ഇതെല്ലാം കാണുന്നില്ലേ എന്ന്? അങ്ങേ നേരിൽ കാണാൻ ആഗ്രഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കും. അങ്ങനെ അദ്ദേഹം കരഞ്ഞു നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ എന്താ പറയാ പുറകുവശത്തെ ഈ കനകദാസിനെ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തെ ചുവര് പൊട്ടിത്തെറിക്കും. വലിയൊരു ശബ്ദം, ഇടിമിന്നലോടുകൂടി ഇത് മൊത്തം പൊട്ടിത്തെറിക്കും. ആ ഭാഗത്ത് ചുവരെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. എന്ന് മാത്രവുമല്ല, ഭഗവാൻ, ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം, ആ വിഗ്രഹം സ്വയം തിരിഞ്ഞ് കനകദാസൻ നിൽക്കുന്ന ആ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് കനകദാസന് ദർശനം കൊടുക്കും. അപ്പോ എന്ന് മാത്രവുമല്ല, ആരും അടിക്കാതെ അമ്പലമാണികളെല്ലാം ഭയങ്കരമായിട്ട് സ്വയം ആടി, ഭയങ്കര ശബ്ദവും പിന്നെ ശംഖുധ്വനി ഇതെല്ലാം മുഴങ്ങി. അങ്ങനെ ആൾക്കാർ അതിശയം കൊണ്ടു ഭഗവാന്റെ കാരുണ്യ രൂപം കനകദാസിനെ വളരെ വ്യക്തമായിട്ട് കാണാനുള്ള അവസരം കിട്ടി. അങ്ങനെ നിറകണ്ണുകളാൽ കനകദാസൻ മതിവരോളം ഭഗവാന്റെ ദർശനം അനുഭവിച്ചു. ശരീരത്തിലെ മുറിവുകളെല്ലാം പെട്ടെന്ന് മാഞ്ഞു പോയി, വേദനകളെല്ലാം പോയി, കെട്ടുകളെല്ലാം സ്വയം അഴിഞ്ഞു വീണു. അങ്ങനെ ഭഗവാന് ജാതിയില്ലെന്നും ജനിച്ച വയറിന്റെ അല്ല, ഒരാളുടെ ഗുണത്തിന്റെയും സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഗീതാവാക്യം ഭഗവാൻ തന്നെ ലോകർക്ക് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ ബ്രാഹ്മണ സവർണ മേധാവികൾ അതെല്ലാം കണ്ട് നാണം കെട്ട് തലകുനിച്ച് തങ്ങളുടെ ജാതി വിവേചനത്തെ ഭഗവാൻ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കനകദാസിനോട് അവർ ക്ഷമ ചോദിക്കുന്നു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനെ വേദനിപ്പിച്ചതിൽ മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങനെ ഭഗവാന് പ്രിയങ്കരനായ പരിശുദ്ധ ഭക്തനായ കനകദാസിന് ക്ഷേത്രത്തിൽ എപ്പോഴും വരാനും കയറാനും ദർശനമെടുക്കാനും ഒക്കെയുള്ള സമ്മതം അവർ നൽകുന്നു. ഇന്നും ഭഗവത് വിഗ്രഹം പടിഞ്ഞാറ് ദർശനമായിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത്. പൊട്ടിത്തെറിച്ച കലാന്തരത്തില് മതിൽ പൊട്ടിത്തെറിച്ച ആ ഭാഗത്ത് വേറൊരു മതിലൊക്കെ കെട്ടി അവിടെ ഒരു ഭാഗം ജനാല രൂപത്തിലാക്കിയിട്ടുണ്ട്. കനകകിണ്ടി എന്നാണ് ഇന്ന് അത് അറിയപ്പെടുന്നത്. ഇന്ന് ഭഗവത് ദർശനത്തിന് ഈ ജനാലയിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഉടുപ്പി പോയിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. അങ്ങനെ ഭഗവാന്റെ ഭക്തിയുടെ മഹിമയെ പറ്റി പാടുന്ന കാവ്യമായ ഹരിഭക്തി സാര, രാമകഥയുടെ ധ്യാനഭാവനയായ രാമധ്യാന ചരിത്രേ, ശ്രീകൃഷ്ണന്റെ ലീലകളെ ആവിഷ്കരിക്കുന്ന ഗദ്യപദ്യ രചനയായ മോഹന തരിങ്കിണി, വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളെ മഹിമകളെ പറ്റി പാടുന്ന നാരായണ ചരിത്രേ, ശ്രീകൃഷ്ണന്റെ ബാലലീലകളും മൊത്തം പാടിപ്പോഴ്ത്തുന്ന കൃഷ്ണായന തുടങ്ങി ധാരാളം കൃതികൾ
കനകദാസിൻ്റെതായിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് കനകദാസ് എന്ന് അടിച്ചാൽ തന്നെ ധാരാളം ഇങ്ങനെ കീർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിമനോഹരവും മനസ്സിനെ വല്ലാതെ ത്രസിപ്പിക്കുന്നതും ആർദ്രമാക്കുന്നതുമായിട്ടുള്ള സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഉണ്ട്. അല്ലാത്ത സാധാരണ തരത്തിലുള്ള കീർത്തനങ്ങളുണ്ട്. കൃഷ്ണ നീ ബേഗേന ബാരോ, അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽപ്പെട്ടതാണ്. ബാരോ കൃഷ്ണയ ജഗദോദ്ധാരണ ആദി സിദ്ധലേ യശോദ, എന്ത് കേളടിരെ, ഇങ്ങനെ തുടങ്ങി ധാരാളം കീർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ സമയം ഏകദേശം അടുത്തിരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ഒരു വലിയ സഹായം അങ്ങ് ചെയ്തത്. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ ഗുരുപരമ്പരയിലെ ആ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഈ പേര് കാണുമ്പോൾ എങ്ങനെയാണ് വ്യാസഭഗവാന്റെ ശിഷ്യനായിട്ട് മാധ്വാചാര്യർ വന്നതെന്നൊരു വലിയ സംശയമായിരുന്നു. കാരണം അവരുടെ തമ്മിൽ കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പരമ്പര ഉണ്ടായത്, അത് ആരോട് ചോദിച്ചറിയണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിരുന്നതാണ്. പ്രഭു അത് അവതരിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കഥ അറിയാൻ ഒരവസരം ഉണ്ടായത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഒന്നുകൂടെ പറയുമോ പ്രഭു? വേദവതി എന്നാണോ? വേദവതി. അത് തന്നെ 2-3 വ്യത്യാസങ്ങളുണ്ട്. കാരണം ചില ഗ്രന്ഥങ്ങൾ, ഞാൻ 2-3 ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഇത് എഴുതിയത്. ചില ഗ്രന്ഥത്തിൽ വന്നിട്ട് പേര് ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. ഞാനത് അതുപോലെ അദ്ദേഹം ജനിച്ച സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടെ പറയുമോ പ്രഭു? ആ ഗ്രാമത്തിന്റെ പേര് എല്ലാം പറഞ്ഞുതരാം. അദ്ദേഹം ജനിച്ച സ്ഥലം വന്നിട്ട് പചക്കൈ എന്നാണ്. കർണാടകയിലാണ് ഈ സ്ഥലം. അതിന്ന് ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഇതുപോലെ രാമാനുജാചാര്യരുടെ കഥ കൂടി അച്ഛന്റെ പേര് വന്നിട്ട് മാധവാചാര്യരുടെ അച്ഛന്റെ പേര് ശ്രീ നാദില്ലായ നാരായണ ഭട്ട്. അമ്മയുടെ പേര് വേദവതി. പക്ഷെ വേറൊരു ഗ്രന്ഥത്തിൽ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മാധ്വകേശ ഭട്ട്, അതില് മാധ്വകേശ ഭട്ടർ എന്നാണ് അതിൽ കണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അതിലും വേദവല്ലി എന്നാണ് പറഞ്ഞത്. വേദവതി എന്നല്ല, വേദവല്ലി മാധ്വകേശ ഭട്ടർ എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. മറ്റൊരു പുസ്തകത്തിൽ വേദവതി എന്നും നാദില്ലായ നാരായണ ഭട്ട് എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരും അവരവരുടെ എങ്ങനെ ഈ പറഞ്ഞ ആധികാരികം എന്താണെന്ന് നമുക്ക് അറിയില്ല. 2 പുസ്തകം ഞാൻ കൂടുതൽ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ 2 പുസ്തകത്തിൽ 2 രീതിയിലാണ് കണ്ടത്. എന്തായാലും 2 ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഏതാണ് ശരിയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചത് 2ഉം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? ഒരു സംശയം ചോദിച്ചോട്ടെ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ടാണല്ലോ ജനിച്ചാണ്. അപ്പൊ അവര് ആട്ടിടയ അങ്ങനെ വർഗത്തിലാണോ പ്രസിദ്ധി? അവര് രീതി വെച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെ പറയേണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന് ജാതി മതം ഒന്നും ഇല്ല. യഥാർത്ഥത്തിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജാതി മതം ഒന്നും ബാധകമല്ല, അതിനൊക്കെ ഉപരിയാണല്ലോ. പക്ഷെ അവരെ ആ കുലം ഇന്നിപ്പോ നമ്മൾ അവരെ ഇപ്പം വൃന്ദാവനത്തിൽ പോയാലും ആ ഇടയ ജാതിക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവർ ആ കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ഇടയ കുലത്തിൽ. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോനാര് എന്നൊക്കെ പറഞ്ഞ് ആ ജാതിക്കാരുണ്ട് ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുപോലെ കൂടുതലും വൃന്ദാവനത്തിലുണ്ട്. കുറെ പിന്നെ ദ്വാരകയിൽ നിന്ന് പോയവരെല്ലാം ബീഹാർ ഭാഗങ്ങളിലും ഉണ്ട്. അവിടെ കൊള്ളക്കാരെ അവരെ ആക്രമിച്ച് കൊണ്ടുപോകുന്ന ആ സമയത്തിൽ അവരിൽ നിന്ന് ജനിച്ച കുറെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ യാദവ വംശം പല സംസ്ഥാനങ്ങളിലായിട്ട് ചെതറിക്കിടപ്പുണ്ട്. പക്ഷെ കൃഷ്ണന് ഇതൊന്നും ബാധകമല്ല. അദ്ദേഹം ഇടയനോ ഒന്നുമല്ല. അദ്ദേഹം ഭഗവാൻ എന്ത് ജാതി? ഭഗവാൻ ഒരു ജാതിയില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെ ഉണ്ടോ? അദ്ദേഹം മുസ്ലിമായ ഹരിദാസ് ഠാക്കൂറിനെ സ്വന്തം എന്താ പറയാ അച്ഛനെ പോലെ കണ്ട് സ്നേഹിച്ച ആളാണ്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജാതി മതമൊന്നുമില്ല. പക്ഷെ അവര് എന്തായാലും ഒരു കുലത്തിലല്ലേ ജനിച്ചത്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർക്കതില്ല.